ഇങ്ങനെ കുഴിയാൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെത്തോലിയും കൂടെ നമുക്ക് നുള്ളിയെടുക്കാം. അങ്ങനെ നെത്തോലിയും നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കഴുകി വേറെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. മീൻ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. നെത്തോലിയാണ് കേട്ടോ ഞാൻ ഇന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചു, നെത്തോലിക്കുള്ള അരപ്പൊക്കെ ഒഴിച്ച് വെച്ചു. ഇനി ഇത് നല്ല തിളവന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ആ സമയത്തിന് നമുക്ക് ഒരു തോരൻ വയ്ക്കാം. അമരയ്ക്ക തോരനാണ് ഞാൻ ഇന്ന് വയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി എണ്ണ ഒഴിച്ചു, കടുകൊക്കെ ഇട്ടു, കറിവേപ്പില ഇട്ടു. പിന്നെ കഴുകി അരി അമരയ്ക്കയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കണം. വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ചീനിയമരയ്ക്ക് വെന്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ചെറു തീയിൽ വെച്ച് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ടെങ്കിൽ ശകലം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ നല്ലവണ്ണം തിള വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചീനിയമരയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെത്തോലി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പതിയെ മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വയ്ക്കാം. നല്ലതുപോലെ തിള വരുമ്പോൾ ആ ഒരു ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് നെത്തോലി മാറ്റി വെച്ചായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്യാൻ. ആ നെത്തോലി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നെത്തോലി മീൻ കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ 2 ചോറ്റുപാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ചോറൊക്കെ വെച്ചു. പിന്നെ ഇന്ന് വെച്ച ചീനിയമരയ്ക്ക തോരൻ, നെത്തോലി ഫ്രൈ, അത് വാഴയിലാണ് കേട്ടോ പൊതിഞ്ഞ്. ഇല്ലെങ്കിൽ അതിൽ എണ്ണയെല്ലാം ബാഗിലൊക്കെ ആവും, അടച്ച് വയ്ക്കുമ്പോൾ ലീക്കാവും. അതുകൊണ്ട് ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞ വച്ചത്. പിന്നെ മീൻകറി എടുത്തു. മീൻകറി ടിന്നിലാണ് എടുത്തത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.